വട്ടിയൂർക്കാവിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി കെ പ്രശാന്തിന്റെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച തൊട്ടു പിന്നാലെ AK സെന്ററിന് മുന്നിൽ അദ്ദേഹം തന്നെ ഈ യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. വി കെ പ്രശാന്ത് നമുക്കറിയാം മേയർ ബ്രോയായി തിരുവനന്തപുരം നഗരസഭയിൽ നിറഞ്ഞു നിന്ന പ്രളയകാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ പിന്നീട് MLA ബ്രോയായി മാറിയ വി കെ പ്രശാന്ത് ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യം കേരള നിയമസഭയിലേക്ക് എത്തുന്നത്. അതിനുശേഷം 2021 പൊതുതെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ച് നിയമസഭയിലെത്തുന്നു. ഇത് വീണ്ടും ഇപ്പോൾ വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിൽ മത്സരിക്കുകയാണ്. ഇത്തവണ ശക്തരായ എതിരാളികൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അല്ല, എതിരാളികൾ നേരത്തെ പല മത്സരിച്ചവരാണ്. അവര് മണ്ഡലം ഉപേക്ഷിച്ച് പോയവരുമാണ്. അതുകൊണ്ട് ജനങ്ങൾ നന്നായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 6 വർഷം കൊണ്ട് വലിയ മാറ്റം വട്ടിയൂർക്കാവിൽ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കും. അത് കേരളത്തിലാകമാനം നടക്കാൻ വേണ്ടി പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തുടർഭരണവും ഞങ്ങൾക്ക് ഉറപ്പാണ്. വലിയ ആരോപണങ്ങളും എതിർപ്പും ഒക്കെ ഈ കാലത്ത് ഉയർന്നു വരുന്നത്. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം അങ്ങയുടെ സ്വപ്ന പദ്ധതിയാണ്. പക്ഷെ അതിലും വലിയ എതിർപ്പുകളൊക്കെ ഉയർന്നു വന്നു. അത് സ്വാഭാവികമാണല്ലോ. ഇലക്ഷൻ ദിവസം വരെ ഇന്ന് ഡിക്ലറേഷൻ വരുമ്പോഴാണ് സമരം നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ആശങ്കയൊന്നുമില്ല. ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണ്. 25,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അതിന്റെ എത്രത്തോളം പ്രതിഫലിക്കുന്നത്? അല്ല, ത്രികോണമാണെങ്കിലും നേരിട്ടുള്ള മത്സരമായാലും LDF-ന് 60,000-ന് മുകളിൽ വോട്ടുണ്ട്. അത് 75,000 ആക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. ഭൂരിപക്ഷം 20,000 പറഞ്ഞത്? 25,000-ന് മുകളിലാണ്. നേരത്തെ ആദ്യത്തെ തവണക്കാൾ വലിയ ഭൂരിപക്ഷമാണ്. വലിയ ആത്മവിശ്വാസം. തീർച്ചയായിട്ടും ഞങ്ങൾ അത്രയുമാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ചു ദിവസം കഴിയുമ്പോൾ കൃത്യമായിട്ട് പറയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു ഫലമൊക്കെ എങ്ങനെ സ്വാധീനിക്കും? അല്ല, അത് ഞങ്ങൾ സ്ഥാനം മെച്ചപ്പെടുത്തുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് സീറ്റുകൾ നഷ്ടപ്പെട്ടു പോയെങ്കിലും 3ാം സ്ഥാനം എന്നതിൽ നിന്നും മാറി സെക്കൻഡ് പൊസിഷനിലേക്ക് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇത്തവണ അത് ഫസ്റ്റ് പൊസിഷനിലേക്ക് മാറും. നൽകിയ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം. ഏതാണ്ട് 95% വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചു. ഇനി അത് പൂർത്തീകരിക്കുക എന്നതുകൂടിയുണ്ട്. ഇപ്പൊ ലാൻഡ് അക്വിസിഷൻ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു. ബാക്കിയുള്ളത് കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലുള്ള റോഡ് ഷോയാണിത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനുള്ള റോഡ് ഷോയാണ്. പക്ഷേ ആ റോഡ് ഷോ തുടക്കത്തിൽ തന്നെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് വട്ടിയൂർക്കാവിന്റെ MLA വി കെ പ്രശാന്ത്. 25,000-ഓളം വരുന്ന ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസം. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാൻ കഴിയുമെന്ന ഉറപ്പ്. അതിന്റെ ഭാഗമായുള്ള വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് വട്ടിയൂർക്കാവ് MLA വി കെ പ്രശാന്ത്, വട്ടിയൂർക്കാവ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി കെ പ്രശാന്തിന്റെ റോഡ് ഷോ ആരംഭിക്കുന്ന വലിയ ആവേശത്തോടു കൂടിയാണ് ഈ റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. AKG സെന്ററിന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ വട്ടിയൂർക്കാവിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ സഞ്ചരിച്ചാകും ഇന്ന് അവസാനിക്കുക. വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് നീക്കം. വലിയ ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടക്കം വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. വലിയ ആവേശത്തോടുകൂടി ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി കെ പ്രശാന്തിന്റെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, വട്ടിയൂർക്കാവ് സംസ്ഥാന ശ്രദ്ധ തന്നെ നേടുന്ന ഒരു മണ്ഡലമാണ്. വട്ടിയൂർക്കാവ് ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. BJP-യുടെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് വട്ടിയൂർക്കാവ്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ തന്നെ BJP രംഗത്തിറക്കും. പോലീസ് ഉദ്യോഗസ്ഥ കൂടിയായ IPS ഉദ്യോഗസ്ഥ കൂടിയായ ശ്രീലേഖയാകും BJP-യുടെ സ്ഥാനാർത്ഥി എന്നാണ് സൂചന. വട്ടിയൂർക്കാവിന്റെ മുൻ MLA കെ മുരളീധരൻ അവിടെ വീണ്ടും മത്സരിക്കാനെത്തുകയാണ്. ഒരു കൃത്യമായ ഒരു വിമർശനം കൂടി, രാഷ്ട്രീയ വിമർശനം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് വി കെ പ്രശാന്ത് തുടങ്ങുന്നത്. വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ചു പോയവർ വീണ്ടും വന്നാലും കാര്യമില്ല. വട്ടിയൂർക്കാവ് തനിക്കൊപ്പം നിൽക്കും, ഇടതുമുന്നണിക്കൊപ്പം നിൽക്കും, ഉറപ്പിച്ചു നിർത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വി കെ പ്രശാന്ത് വലിയ ആത്മവിശ്വാസത്തോടെ, അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടു കൂടി ഈ റോഡ് ഷോയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വട്ടിയൂർക്കാവ് ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന മണ്ഡലമാണ്. ഏറ്റവും അധികം ശ്രദ്ധ നേടുന്ന മണ്ഡലമാണ്. അവിടെ ആ പോരാട്ടത്തിന് തീവ്രത എത്രത്തോളം ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ വി കെ പ്രശാന്തിന്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് മിനിറ്റുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യം. ആ റോഡ് ഷോയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വട്ടിയൂർക്കാവിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൂടെയൊക്കെ ഈ റോഡ് ഷോ കടന്നുപോകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.